മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരത്തിനെ കുറിച്ചുള്ള പരാതികൾ കേട്ട് സഹിക്കെട്ട രേവതി ഇന്നത്തോടെ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ അമ്മയോട് തറപ്പിച്ച് പറഞ്ഞ് നേരെ ആന്റണിയുടെ ഓഫീസിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ആന്റണി തൻ്റെ കൂട്ടാളികളോട് എവിടെയാടാ ആ ശരത്ത്, ഇന്ന് ചിട്ടി പിടിക്കാനുള്ളതാ, അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രേവതി കലിതുള്ളി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്തിനാടാ നീ ശരത്തിനെ അന്വേഷിക്കുന്നത്? അവൻ്റെ ജീവിതം തുലക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് രേവതി അലറിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആന്റണിയുടെ കൂട്ടുകാർ അവളെ തടയാൻ ശ്രമിച്ചു. ആന്റണി ചേട്ടാ, ഞങ്ങൾ തടയാൻ നോക്കിയതാ, പക്ഷേ ചേച്ചി ഇങ്ങോട്ടേക്ക് തള്ളിക്കയറി വന്നതാ എന്ന് അവർ പറഞ്ഞപ്പോൾ വിട്ടേക്കടാ, ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് നമ്മുടെയും ചേച്ചിയാണ് എന്ന് ആന്റണി ഒരു പരിഹാസത്തോടെ പറഞ്ഞു. ഓരോന്നും പറഞ്ഞ് നീയാണല്ലേ എൻ്റെ ശരത്തിനെ ഇങ്ങനെ മയക്കി വെച്ചിരിക്കുന്നത്. എന്താ ചേച്ചി എപ്പോൾ കണ്ടാലും ഈ ഒരു വർത്തമാനേ ഉള്ളല്ലോ, ശരത്ത് എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് ആന്റണി ചോദിച്ചപ്പോൾ രേവതിക്ക് അങ്ങ് നിയന്ത്രണം വിട്ടു. ഓ, നിൻ്റെ ഒരു ഫ്രണ്ട്, നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവൻ്റെ ജീവിതം മൊത്തം അങ്ങ് നശിച്ചു പോയത് എന്ന് അവൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. ഇത് കേട്ട് ആന്റണി ദേഷ്യവും പരിഹാസവും കലർത്തി തിരിച്ചടിച്ചു. വെറുതെ ചുറ്റി നടന്ന പയ്യന് ഞാൻ ജോലിയും വരുമാനം കൊടുത്തു, എന്നിട്ട് ഞാൻ തന്നെ അവൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? കാശ് കൊടുത്താൽ നീ വലിയ ആളാണെന്നാണ് അവിടെ നിൻ്റെ വിചാരം? അവനിപ്പോൾ മദ്യപാനം സിഗരറ്റ് വലിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നീ കാരണമാണ്. നാണമില്ലേ നിനക്ക് ഇങ്ങനെ ഒരു ചെറിയ പയ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിക്കാനെന്ന് രേവതി പൊട്ടിത്തെറിച്ചപ്പോൾ ആന്റണി പുച്ഛത്തോടെ പറഞ്ഞു. അയ്യയ്യേ, എന്തൊരു കഷ്ടമായത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മര്യാദക്ക് സംസാരിക്കുന്നത്. സിഗരറ്റ് വലിക്കാൻ അവന് തോന്നിയതുകൊണ്ട് അവൻ അത് വലിക്കുന്നു, അതിന് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? പോയി നിങ്ങളുടെ അനിയനോട് പോയി ചോദിക്ക്. അന്നേരം രേവതി പറയുന്നുണ്ട്, എൻ്റെ അനിയൻ നല്ലവനായിരുന്നു, എൻ്റെ അച്ഛനും അവനും അവനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. എന്നാണോ നിന്റെ കൂടെ കൂടിയത് അന്നാണ് അവൻ ചീത്തയായി പോയത് എന്ന് രേവതി വീണ്ടും ആവർത്തിച്ചു. ഇത് കേട്ട് കലിയിളകിയ ആന്റണി, ഓ, അനിയൻ ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്ക്, എന്നാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ എന്ന് കളിയാക്കി ചിരിച്ചു. എടാ, നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് ചോദിച്ച് രേവതി അവനെ ചീത്ത വിളിച്ചപ്പോൾ ആന്റണി വിട്ടുകൊടുത്തില്ല. കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി, ആന്റണി അലറിക്കൊണ്ട് പറഞ്ഞു. എടീന്നോ, നിക്കടവിടെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ഈ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞ് രേവതി കാലിലെ ചെരുപ്പൂരി ആന്റണിയെ അടിക്കാനങ്ങ് പാഞ്ഞെടുത്തു. ആന്റണി സീറ്റിൽ നിന്നും എഴുന്നേറ്റ്, നീ എന്നെ അടിക്കാൻ വന്നോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ ആഞ്ഞങ്ങ് തള്ളി. നിയന്ത്രണം വിട്ട് രേവതി വന്ന് വീണത് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ മൂർച്ചയുള്ള മൂലയിലായിരുന്നു. തലയിടിച്ച് വീണുവെങ്കിലും ആ വേദന സഹിക്കാനാവാതെ വാശിയോട് കൂടത്തിന് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. എടാ ആന്റണി, നിനക്കിന്നത്ത് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ശരത്തിൻ്റെ ചേച്ചിയായി പോയി, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആന്റണി വീണ്ടും അവളെ ഉപദ്രവിക്കാൻ ആഞ്ഞെടുത്തു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി സച്ചി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആന്റണിയുടെ ഗുണ്ടകളെ വകഞ്ഞു മാറ്റി സച്ചി ആന്റണിയെ പിടിച്ചു തള്ളി. സച്ചിയെ കണ്ടതും ആന്റണിയും രേവതിയും ഒന്ന് അമ്പരന്നു. എടാ സച്ചി എന്ന് ആന്റണി വിളിച്ചതും നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുന്നോടാ എന്ന് ചോദിച്ച് സച്ചി നേരെ ആന്റണിയെ പൊതിരിയിട്ട് അടിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നോടാ, ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പലിശ പിരിക്കുന്ന നിന്റെ ഈ സ്വഭാവം എനിക്കറിയാലോ എന്നും പറഞ്ഞ് സച്ചി വീണ്ടും വീണ്ടും തല്ലാനോങ്ങിയപ്പോൾ രേവതി ഓടി വന്ന് തടഞ്ഞു. വേണ്ട സച്ചിയേട്ടാ, ഇവനൊക്കെ തല്ലിയ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെയാണ്. സച്ചി കിതച്ചുകൊണ്ട് രേവതിയോട് ചോദിച്ചു. നീ എന്തിനാ രേവതി ഇങ്ങോട്ടേക്ക് വന്നത്? സച്ചിയേട്ടാ, ശരത്ത് ഇവൻ കാരണമാണ് ചീത്തയായി പോകുന്നത് എന്ന് രേവതി സങ്കടത്തോടെ പറഞ്ഞു. അതിന് ഇവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ അനിയന് ബുദ്ധിയില്ലേ? അവൻ എന്താ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തത് എന്ന് സച്ചി ദേഷ്യത്തോട് ചോദിച്ചു. ശരി, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് രേവതിയെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോഴാണ് സച്ചി തൻ്റെ കൈ നനയുന്നതായി ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ കൈ നിറയെ ചോര. രേവതിയുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് സച്ചി ആകെ ഞെട്ടി നിന്നു. ഈ ആന്റണി എങ്ങാനും നിന്നെ ഉപദ്രവിച്ചോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഇല്ല സച്ചിയേട്ടാ, അത് വിട് എന്ന് രേവതി പറയാൻ ശ്രമിച്ചു. പക്ഷേ സച്ചി വിട്ടുകൊടുത്തില്ല. തിരികെ ചെന്ന് എടാ, നീ എൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളിയടാ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ഞാൻ അവളെ പിടിച്ച് ഉന്തിയിട്ടു, നീ എന്ത് ചെയ്യുമെന്ന് ആന്റണി തിരികെ ചോദിക്കാണ്. ആന്റണി വിളിച്ചതോടുകൂടി തന്നെ സച്ചി തൻ്റെ നിയന്ത്രണം വിട്ടു. ആന്റണിയെ നിലത്തിട്ട് ചവിട്ടി മെതിച്ചിട്ട് അവൻ്റെ കയ്യും കാലും അങ്ങ് തല്ലിയൊടുക്കുന്നതിൽ ആന്റണി വേദന കൊണ്ട് പൊളഞ്ഞു. നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുമല്ലേടാ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സച്ചി അലറിയപ്പോൾ രേവതി ഓടി വന്ന് സച്ചി അങ്ങ് പിടിച്ചു മാറ്റി. സച്ചിയേട്ടാ, എന്തിനാ ഇവനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത്? വേണ്ട സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് രേവതി തടഞ്ഞു. എടാ ആന്റണി,
ഇനി എൻ്റെ അനിയൻ്റെ കൂടെ നിന്നെ കണ്ടാലുണ്ടല്ലോ സച്ചിയേട്ടൻ മാത്രമല്ല ഞാനും നിന്നെ വെറുതെ വിടില്ല എന്ന് രേവതി താക്കീത് നൽകി. സച്ചിയും അവനെ നേരെ വിരൽ ചൂണ്ടി. നോക്കിക്കോടാ, ഇനി രേവതിയുടെയോ അവളുടെ കുടുംബത്തിൻ്റെയോ അടുത്തെങ്ങാനും നിന്റെ നിഴൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ നീ തീർന്നടാ എന്ന് ഭീഷണിപ്പെടുത്തി. രേവതി സച്ചിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്നും കൊണ്ടുപോയി. പോലീസും കേസും ഒഴിവാക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്നും വീണതാണെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പേടിക്കാനൊന്നുമില്ല, ചെറിയ പൊട്ടേ ഉള്ളൂ, സ്റ്റിച്ച് പോലും വേണ്ട എന്ന് പറയും. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്കാനിങ് എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സച്ചിക്ക് ആശ്വാസമായി. വേദനയുണ്ടോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ പാടില്ലായിരുന്നു എന്ന് രേവതി പറഞ്ഞു. എപ്പോഴും ഞാനാണ് എടുത്തു ചാടി ഓരോന്ന് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ നീയും കൂടിയിട്ട് നിനക്കും ഈ സ്വഭാവം കിട്ടിയെന്ന് സച്ചി പറഞ്ഞപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ടൊക്കെ ഞാനായിരുന്നു സച്ചിയേട്ടനെ ഉപദേശിച്ചത്, ഇപ്പോൾ സച്ചിയേട്ടൻ എന്നെ ഉപദേശിക്കുന്നു. കാലം പോയ പോക്കേ. രേവതിയെ സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്താണ് അമ്മയുടെ ഫോൺ വന്നത്. സച്ചി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ ആകെ പരിഭ്രാന്തിയിലായി. അയ്യോ, എൻ്റെ മോൾക്ക് ഇതെന്തു പറ്റി? സച്ചി, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി. അമ്മയെ പേടിക്കണ്ട, ചെറിയൊരു പൊട്ടലേ ഉള്ളൂ എന്ന് സച്ചി പറഞ്ഞിട്ടും അമ്മയുടെ സങ്കടം മാറിയില്ല. ഫോണ് വെച്ച ഉടനെ അവിടെ വന്ന് കയറി ശരത്തിനെ കണ്ടതും അമ്മയുടെ നിയന്ത്രണം വിട്ടു. എന്താ അമ്മേ, എന്തിനായി കരയുന്നത് എന്ന് ശരത്ത് ചോദിച്ചപ്പോൾ ശരത്തിനെ അമ്മ പൊതിരെ അങ്ങ് തല്ലി. സമാധാനമായില്ലേടാ നിനക്ക്? നീ എന്തിനാടാ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചത്? നീ കാരണമാണ് ഈ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നിന്റെ അച്ഛൻ പോയതും നീ കാരണം തന്നെയാണ്. ഇപ്പോൾ നിന്റെ ചേച്ചിയും കൂടി കൊല്ലാൻ നോക്കുവാണോ നീ എന്നൊക്കെ പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞു. കാര്യമറിയാതെ നിന്ന ശരത്തിനോട് അമ്മ പറഞ്ഞു, ആ ആൻ്റണി നിന്റെ ചേച്ചിയെ പിടിച്ചു തള്ളി അവളുടെ തല പൊട്ടിച്ചടാ. നിനക്കിപ്പോഴും ആ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേച്ചിക്ക് പരിക്കേറ്റ വിവരം പറഞ്ഞതോടുകൂടി തന്നെ ശരത്തിൻ്റെ മുഖമങ്ങ് പാടി. ചേച്ചി എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ടമ്മയെന്ന് അവൻ വിറയലോടുകൂടെ ചോദിച്ചു. നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ അവൾ അങ്ങോട്ടേക്ക് പോയത്. ഇനിയെങ്കിലും നീ ആ ആൻ്റണിയുടെ കൂടെയുള്ള കറക്കമൊന്ന് നിർത്തുമോ എന്ന് അമ്മ ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ ശരത്ത് കുറ്റബോധത്തോടു കൂടെ തന്നെ തല താഴ്ത്തി നിന്നു.